സ്നേഹത്തോടൊറ്റ ചോദ്യം, ജീവിതത്തിൽ ഏറ്റവും വലുത് ഭാര്യയാണോ മക്കളാണോ? ഒന്നാലോചിച്ച് നോക്കി. നമ്മുടെ ലൈഫ് മുഴുവനും മക്കൾക്ക് വേണ്ടിയിട്ടാണോ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനം കൊടുക്കേണ്ടത് ജീവിത പങ്കാളിക്കാണ്. അതാണ് ദീനിന്റെ നിയമം. പല ആളുകളും ഭാര്യയ്ക്ക് ഒരു വിലയും കൊടുക്കൂല, മക്കൾക്ക് ഭയങ്കര സ്ഥാനം, മക്കളോട് ഭയങ്കര സ്നേഹം. ഈ മക്കൾ നിനക്ക് വെറുതെ കിട്ടിയാണോ? നീ സ്നേഹിക്കുന്ന നിന്റെ മക്കൾ, നിങ്ങളുടെ മക്കൾ വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി ഒപ്പിട്ടെടുത്ത് വാങ്ങിയതാണോ? നിന്റെ മക്കൾ എന്ന സ്വപ്നത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നത് നിന്റെ ജീവിത പങ്കാളിയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ മക്കളായ പിന്നെ കെട്ടിയോനെ വേണ്ട, മക്കളാണ് ഏറ്റവും വലുത്. ഭർത്താവിനേക്കാൾ വലുത് മക്കളാണ്. പൊന്നാരമ്മമാരെ ചിന്തിക്കല്ല, നിനക്ക് ഏറ്റവും വലുത് നിന്റെ ഭർത്താവാണ്. സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഓരോ പെണ്ണുങ്ങൾ ഉണ്ടാവും. നമ്മുടെ മോക്ക് മോളെ വ്യാപ്പിളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഉണ്ടാവുള്ളൂ സ്വർഗ ജീവിതത്തിൽ. ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അള്ളാന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? എന്നെ വിടി, സലീവാഫിനെ വിടി. അള്ളാന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ സമ്പത്ത്, ദുനിയാവിലെ ഏറ്റവും വലിയ ഖൈറായ മതാ അൽ മർഅത്തു സ്വാലിഹ. നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന, നമുക്ക് സമാധാനം തരുന്ന നല്ലൊരു ദീനുള്ള പെണ്ണാണ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇട്ടേച്ചു പോകും, നമ്മുടെ വീടും നമ്മുടെ ഒത്തും മുതലൊക്കെ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതം സ്വർഗീയമാവണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഇണയും തമ്മിലുള്ള ജീവിതം മനോഹരാകണം. മക്കൾക്ക് ആ ബോധം വേണം, ഉമ്മാക്ക് ഏറ്റവും വലുത് ഉപ്പയാണ്. മക്കൾക്ക് ബോധ്യമാവണം, ഉപ്പാക്ക് ഏറ്റവും വലുത് ഞങ്ങളല്ല, ഞങ്ങളുടെ ഉമ്മയാണ്. എത്ര മനോഹരായിരിക്കും ആ ജീവിതം. ഉമ്മയും ബാപ്പയും ഭയങ്കര സ്നേഹത്തിലും ഇഷ്ടത്തിലും ആണെങ്കിൽ ആ വീടിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗ വീട് എന്ന് പറയുന്നത്.